ഫെബ്രുവരി 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ബ്രിട്ടോ, വിശുദ്ധ ആൻഡ്രൂ കൊർസീനി, വിശുദ്ധ അക്വിലിനൂസ്, വിശുദ്ധ ജെമിനൂസ്, വിശുദ്ധ ജലാസിയൂസ്, വിശുദ്ധ മാന്യൂസ്, വിശുദ്ധ ഡൊണാത്തൂസ്. വിശുദ്ധ ജോൺ ബ്രിട്ടോ 1647-1693 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ ജീവിച്ചിരുന്നത്. 1647 പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ജോൺ ബ്രിട്ടോ ജനിച്ചത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഡോൺ പെദ്രോ ദ്വിതീയന്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറെ കാലം ജോൺ ചെലവഴിച്ചത്. ജോണിന്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് അത്ര കണ്ട് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുട്ടികളുടെ ഇടയിൽ നിന്നും കുറെ അവഹേളനം അവന് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അക്കാലത്ത് ജോണിന് ഗുരുതരമായ സുഖക്കേട് പിടിപെടുകയും വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ജോണിന്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ അനുകരിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ജനന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് സമർപ്പിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം അക്കാലത്തെ രാജാവായ പെദ്രോ രാജാവിന് അറിയാമായിരുന്നു. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസിൽ പ്രവേശിച്ചു. ഗോവയിലെ ഒരു മിഷണറിയായി തദ്ദേശീയരായ ഇന്ത്യൻ ജനതകൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തിൽ അദ്ദേഹം മലബാറിലും മറ്റ് പ്രദേശങ്ങളിലും അലഞ്ഞു തിരിയുകയും ബ്രാഹ്മണജാതിയുടെ ആചാരങ്ങളും വസ്ത്രധാരണം സ്വീകരിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കുലീന വിഭാഗങ്ങളിലേക്ക് പ്രവേശനം നൽകി. മഞ്ഞ പരുത്തിയായിരുന്നു അവന്റെ വസ്ത്രം. താൻ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി ഒന്നാകാനുള്ള ശ്രമത്തിൽ എല്ലാത്തരം മൃഗങ്ങളുടെ ഭക്ഷണവും വീഞ്ഞും അദ്ദേഹം ഒഴിവാക്കി. പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറിയും രക്തസാക്ഷിയുമായിരുന്നു അരുളാനന്ദർ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ദി ബ്രിട്ടോ. 1662 ഡിസംബർ 17-ാം തീയതി ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു. 11 കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർത്തയായി. ജോൺ പോർച്ചുഗൽ വിടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ നുൻഷോയോട് അവൾ അഭ്യർത്ഥിച്ചു. ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ദൈവവിളിക്ക് യഥാവിധം ഞാൻ നൽകാതിരുന്നാൽ ദൈവനീതി എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നും ജോൺ പറയുകയുണ്ടായി. 14 വർഷം അദ്ദേഹം അധ്വാനിച്ചും പ്രസംഗിച്ചും മതപരിവർത്തനം ചെയ്തും ബഹുജനങ്ങളെ സ്നാനപ്പെടുത്തി. നിർവൃതികളും പ്രയാസങ്ങളും പീഡനങ്ങളും അദ്ദേഹം സഹിച്ചു. 1683 ജോൺ ദ ബ്രിട്ടോയ്ക്ക് ഇന്ത്യ വിടേണ്ടി വന്നുവെങ്കിലും 1691 അദ്ദേഹം തിരിച്ചെത്തി. തനിക്കുണ്ടായിരുന്ന നിരവധി ഭാര്യമാരെ പിരിച്ചുവിട്ട് ഒരാളെ മാത്രം നിലനിർത്താൻ അദ്ദേഹം മറവേസിയായ തെരിയദേവനെ ഉപദേശിച്ചു. എന്നിരുന്നാലും തെരിയദേവന്റെ ഭാര്യമാരിൽ ഒരാൾ രാജാവിന്റെ മരുമകളായിരുന്നു. ഇതുമൂലം ജോൺ ദ ബ്രിട്ടോ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. 1693 അദ്ദേഹത്തെ തലസ്ഥാനമായ റാംനാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമായ ഒറിയൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും തലയെടുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. തന്റെ ജീവിതകാലത്ത് അദ്ദേഹം നിരവധി മതപരിവർത്തനങ്ങൾ നടത്തി. നിരവധി സന്യാസ സഭകൾ സ്ഥാപിച്ചു. മരണത്തിന് മുമ്പും ശേഷവും തന്റെ അത്ഭുതങ്ങൾക്ക് പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഒറിയൂരിൽ ബ്രിട്ടോയ്ക്കൊരു ആരാധനാലയമുണ്ട്. അവിടെ അദ്ദേഹം തേവർ എന്ന് വിളിക്കപ്പെടുന്ന കള്ളർ, മറവർ, അങ്കമുടയാർ എന്നീ ജാതികളുടെ ആദരണീയനായ വ്യക്തിയാണ്. കോയമ്പത്തൂർ രൂപതയിലെ ഏറ്റവും വലിയ ഇടവകകളിൽ ഒന്നാണ് ആറസ്പുരത്ത് സ്ഥിതി ചെയ്യുന്ന ജോൺ ദി ബ്രിട്ടോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന കോയമ്പത്തൂരിലെ പള്ളി. ഓൾഡ് ഗോവയിലെ സെന്റ് പോൾസ് കോളേജിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കാൻ 7 മാസം ബ്രിട്ടോ താമസിച്ചിരുന്നതിനാൽ ഗോവയിലെ സെന്റ് ബ്രിട്ടോ ഹൈസ്കൂളിന് ബ്രിട്ടോയുടെ പേര് ലഭിച്ചു. ജെസ്യൂട്ടുകളാണ് സ്കൂളിന്റെ ഭരണം നടത്തുന്നത്. കൊച്ചി രൂപതയിൽ പഴയ പോർച്ചുഗീസ് നഗരമായ ഫോർട്ട് കൊച്ചിയിൽ ജോൺ ദി ബ്രിട്ടോയുടെ പേരിൽ കൊച്ചിയിലെ ബിഷപ്പ് ഹൗസിന് സമീപമുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളുമുണ്ട്. കേരളത്തിലെ കൊല്ലം രൂപതയിലെ ശക്തികുളങ്ങര ഇടവകയുടെ രക്ഷാധികാരിയായിട്ടാണ് ബ്രിട്ടോ അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ബ്രിട്ടോയുടെ തിരുനാൾ ശക്തികുല നഗരത്തിൽ വലിയ ഘോഷയാത്രയോടുകൂടെ ആഘോഷിക്കുന്നു. സെന്റ് ജോൺ ദി ബ്രിട്ടോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ സ്ഥാപിതമായ ജെസ്യൂട്ട് കോളേജുകളിലൊന്ന് ബ്രിട്ടോയുടെ പേരിലാണ് ഉള്ളത്. അത് മധുരയിലെ കരുമാത്തൂരിലും ബ്രിട്ടോ മരിച്ച പട്ടണത്തിലെ ഒറിയൂരിലെ സെന്റ് അരുളാനന്ദർ സ്കൂളിലുമാണ് ഉള്ളത്. ഈ അവസാനത്തെ 2 സ്കൂളുകൾ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജെസ്യൂട്ടുകൾ സ്ഥാപിച്ചതാണ്. 1853 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1947 വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
വിശുദ്ധ ജോൺ ബ്രിട്ടോയെ പോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഉത്തമ ക്രിസ്ത്യാനികളാകാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കുന്നതും അവിടുത്തെ സേവിക്കുന്നതും വലിയ ബഹുമതിയാണ്, മഹത്വവുമാണ്. ദൈവേഷ്ടത്തിന് സ്വതന്ത്രമായി കീഴ്പ്പെടുന്നവർക്ക് മഹത്തായ അനുഗ്രഹം ദൈവം നൽകുന്നു എന്നാണ് ക്രിസ്തുവാനികരണത്തിൽ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ജോൺ ബ്രിട്ടോയെ ലോകത്തെമ്പാടുമുള്ള മിഷണറി പ്രവർത്തകർക്ക് വേണ്ടി നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.